തൃശ്ശൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലെ തൃക്കൂർ മതിക്കുന്ന് വേല, മതിക്കുന്ന് ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് ഞാനവിടെ സംസാരിക്കുന്നത്. നാളെയാണ് മതിക്കുന്ന് വേല. തലേ ദിവസം ഈ ക്ഷേത്രത്തിന്റെ പരിസരവും ആ ഒരു തിരക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വേലിന്റെ തലേദിവസ ഷോട്ടുകളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഞാൻ എടുത്തോ കിട്ടാ ഇതിൽ കൂടെ എടുക്കണേ, ഫ്രണ്ടിൽ കൂടെ എടുക്കോ. ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് എവിടെ ആയിട്ടില്ല. ഏറ്റവും ബാക്കിലാണ് ഈ അമ്പലം പറഞ്ഞ സ്ഥാനം. ഒരു അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോ ഫുള്ള് തലേ ദിവസം ആയതുകൊണ്ട് തിരക്കിന്റെ അമർക്കളമാണ്. പിന്നെ നല്ല വാദ്യമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ക്ഷേത്രത്തിന്റെ സ്റ്റാർട്ടിങ് ലെവലിൽ നിന്നാണ് നമ്മള് ഇപ്പൊ സംസാരിക്കുന്നത്. ഓക്കെ, ആ ഭാഗത്ത് ഭയങ്കര പഞ്ചവാദ്യം നടക്കുകയാണ്. അത് ക്ഷേത്രമാണ് കേട്ടാ. കണ്ടാ, ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അടിപൊളി ക്ഷേത്രമാണ്. കണ്ടാ, കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ ശരിക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് പാറമേക്കാവ്, വടക്കുന്നാഥ ക്ഷേത്രം എന്നൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ സൂപ്പർ ക്ഷേത്രങ്ങൾ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ഉണ്ട്. ഇതൊന്നും നമ്മൾ അറിയപ്പെടുന്നേ ഇല്ല. ക്ഷേത്രം ഗംഭീര ക്ഷേത്രമാണ്. രാത്രി ആയതുകൊണ്ടാണ് അധികം ക്ലിയർ ഇല്ലാത്തത്. നാളെ പകല് വന്നിട്ട് അടിച്ച് പൊളിച്ചെടുക്കാം. ഓക്കെ, സുരേഷ് മതിക്കുന്ന ഭഗവതിയുടെ ലേല കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പേര് സുരേഷാണ്. അദ്ദേഹത്തിന് എന്താ ലേലനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദേവി ശരണം. നമ്മുടെ തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ മതിക്കുന്നിലമ്മയുടെ പിറന്നാളും പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. മകരമാസത്തിലെ അത്തനാളിലാണ് ദേവിയുടെ പ്രതിഷ്ഠാദിനവും വേല മഹോത്സവവും. ഈ 23 ഗജവീരന്മാർ അണിനിരക്കുന്ന വേല മഹോത്സവവും ആണ് ഇവിടെ നാളെ ഫെബ്രുവരി 6-ാം തീയതി നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ നട അടയ്ക്കുകയും വലിയ ഗുരുതിയോടുകൂടി നട അടയ്ക്കുകയും ഇന്നത്തെ വെള്ളിയാഴ്ച നട 7-ാം നാളില് പൊങ്കാലയായി കൊണ്ടാടുകയാണ് ചെയ്യുക. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു ഗ്രൗണ്ട് നിറച്ച് പൊങ്കാല അടുപ്പുകൾ നിറച്ച് സ്ത്രീകളെ വേലയോടനുബന്ധിച്ച് വരുന്നവർക്കൊക്കെ പ്രസാദൂട്ട് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുമാതിരി തന്നെ എല്ലാ ദിവസവും അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം. അത് ഇങ്ങനെ റെസ്ട്രിക്ഷനൊന്നുമില്ല. പഠിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മതിക്കുന്ന വേലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിപ്പോ എത്രാം പ്രാവശ്യം നിങ്ങൾ കാണുന്നത്? ആനകളൊക്കെ ഉണ്ടാക്കി എപ്പോഴാണ് ആനകളെ എത്രണ്ണം ഉണ്ടാവും? മെയിൻ ഉത്സവം എപ്പോഴാണ്? എന്താണ്? നാളെയാണോ? നാളെ എന്തൊക്കെയാണ് പ്രോഗ്രാം? നാളെ എല്ലാ സമാജത്തിന്റെയും ഓരോ പ്രോഗ്രാം. നാളെ മെയിൻ പ്രോഗ്രാം എന്താണ് നാളെ മെയിൻ പ്രോഗ്രാം?
ഇവിടെ വെടിക്കെട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ഓക്കെ. എത്രയാ പഠിക്കുന്നത്? 7-ല് 9-ല് 10-ല്. ഓക്കെ. അതിൽ വളരെ സന്തോഷം കേട്ടോ. പേര് പ്രജിത്ത്. മതിക്കുന്ന അമ്പലത്തിൽ നടന്ന് അവര് പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന പേര് മൂപ്പറിന്റെ അടുത്ത് ഇവരുടെ പരിസരത്തെ കുറിച്ചും വേലയെ കുറിച്ചും ചോദിച്ചു. എന്റെ പേര് പ്രജിത്ത്. ആദ്യമായിട്ടാണോ മതിക്കുന്ന വേല നടന്നത്? 2-3 വട്ടം വന്നിട്ടുണ്ട് വേലക്ക്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഫീൽ എങ്ങനെയുണ്ട്? ഫീല് നന്നായി. മേളം കാണാനായിട്ടാണ് ഇപ്പൊ വന്നേക്കണത്. ഇപ്പൊ നാളെ വരണം. അപ്പൊ എവിടെ പ്ലേസ് എവിടെയാണ്? വീട് ഇപ്പൊ പൊന്നുകരായിരുന്നു. അടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഇവിടെ വന്ന് താമസം ആയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ വേല കാണുന്നത്? ഇപ്പൊ 2ാമത്തെ. ഉണ്ണിയുടെ ആദ്യത്തെ ഇതാണ്. ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ? ചോറ് കൊടുത്തു. ഇവിടെ തന്നെ കൊടുത്ത്. ഇടക്കിടക്ക് വരാറുള്ള അമ്പല. അപ്പൊ നാളെ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. കാലത്ത് വരണം. ആനയൊക്കെ എങ്ങനെയാണ്? എത്ര എണ്ണം ഉണ്ടാവും? അതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. അതല്ലേ സന്തോഷം. മതിക്കുന്ന ആനപ്പൂരാണ് ഇവിടുത്തെ മെയിൻ. 20 ദേശങ്ങളിലായിട്ട് 23 എണ്ണമറ്റ ഗജവീരന്മാര് പങ്കെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം. ഇപ്രാവശ്യത്തിൽ തിരക്കുള്ള ദിവസമാണ്. വേറെ പൂരങ്ങളെ പൂരത്തിന് വന്നിട്ടുണ്ട്. എന്നാലും വളരെ നല്ല രീതിയിൽ പൂരം നടത്താൻ നമുക്ക് സാധിക്കുന്ന വിശ്വാസം. അത്രമേളം വ്യക്തിയാണ്. നാളെ ആനകളൊക്കെ എത്ര ഉണ്ടാവും? 23 ആന. മതിക്കുന്ന വേലയോടനുബന്ധിച്ച് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അവരുടെ ഒന്ന് അഭിപ്രായം ചോദിക്കാട്ടോ. മോന്റെ പേരെന്താ? ദേവാനന്ദ്. അർജുൻ. ദേവദത്ത്. ആദിദേവ്. നവനീത്. അഭിഷേക്. അജില്. സ്വരൂപ്. ആദിത്യ. ആൽവി. എന്താണ് മതിക്കുന്ന വേലയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം? നാളെ ആനകളൊക്കെ ഉണ്ടോ? അതാരാ? എത്ര ആനകളുണ്ട്? 24. അപ്പൊ നാളെ എന്താണ് ഇതിന്റെ മെയിൻ പ്രോഗ്രാം? എന്താണ്? കുടമാറ്റം. അത് മാത്രമേ ഉള്ളൂ? പിന്നെ സെറ്റുകളി ആനകൾ വരും. കൊടുമുടി. പിന്നെ ഇത് നാളെ പ്രോഗ്രാം. ഇവിടുത്തെ ആളാണ് അതേ കാണാണ്. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? അതോടൊപ്പം തന്നെ 20 സമാജങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള 23ഓളം ഗജവീരന്മാര് നാളെ ഇവിടെ അണിനിരന്ന് രാവിലെ ശ്രീവേലിയോട് കൂടി തുടങ്ങും. അതിനുശേഷം ഉച്ചയ്ക്കുള്ള പ്രസാദമുണ്ട്. അതിനുശേഷം 3 മണിക്കൂർ കൂടിയിട്ടുള്ള മറ്റുള്ള സമാജങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് എല്ലാം വെച്ചിട്ടാണ്. അതുകൂടാതെ 7:00 തുടങ്ങുന്നതായിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് 23 ഗജവീരന്മാരോട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കിഴക്കൂട്ട അന്യന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഈ മേളം നടത്തുന്നത്. ഏതെങ്കിലും നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേളം നടക്കാണ്. കേൾക്കുമെന്ന് അറിയില്ല. ഓക്കെ, കേട്ട് പോകാം. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഉത്സവങ്ങളിൽ ഒന്നാണ് മതിക്കുന്ന പൂരം. വളരെ വൃത്തിയിലും വളരെ അച്ചടക്കത്തോടു കൂടി നടത്തുന്ന ഒരു പൂരം എന്നുള്ള പേര് ഒരുപാട് തവണകളിലായിട്ട് പേപ്പറിലും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവങ്ങളുടെ ആനകളിൽ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പ്, ഒരു അച്ചടക്കം, അത് ഫേമസ് ആണ്. പിന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു പൂരമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ ജാതീയപരമായ ചിന്തയൊക്കെ വിട്ട് തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ജാതി മതത്തിന്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. നല്ല പൂരങ്ങളിലൊന്നാണ് ഇവിടെ നടക്കാറുള്ളത്. പിന്നെ
എല്ലാ മാസവും മകരമാസത്തിലെ 7 നാളാണ് ഇവിടെ പൂരമായിട്ട് കൊണ്ടാടുന്നത്. പിന്നെ ഈ വർഷം പുതിയൊരു പരിപാടിയാണ് ആൽത്തറ മേളം എന്നുള്ളത്.